എന്തായി മാഡം, നന്ദുവിനെ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? ഇനി താഴെ 2 റൂമുണ്ട്, പിന്നെ കിച്ചണുണ്ട്, ബാത്റൂമുകളും ഉണ്ട്. എല്ലായിടത്തും തിരയാ. ഇനി MLA ഓഫീസ് പരിശോധിക്കണോ? അവിടെയും പോവാം. ഞാനും ഇറങ്ങാം. ദേവികേ. ദേവികയോ? അങ്ങനെയല്ലല്ലോ കുറച്ചു നേരത്തെ എന്നെ വിളിച്ചത്. MLA മേഡം ഒന്ന് പരിഹസിച്ചല്ലേ വിളിച്ചത്? എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുവാ ഞാൻ. നേരത്തെ ദേഷ്യപ്പെട്ടതൊക്കെ ഒന്ന് മറന്നേക്ക്. പറ, നന്ദനെ പ്രഭാവതി എങ്ങോട്ടേക്കാ മാറ്റിയേ? അതോ ഒക്കെ നീയും കൂടി അറിഞ്ഞിട്ടാണോ? നിങ്ങൾ എനിക്കെതിരെ നീക്കങ്ങൾ നടത്തുമല്ലേ? ഓരോ വാർത്തകൾ കേൾക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. മാഡം, മാഡം ഒന്ന് വിളിക്കുന്നതിൽ ഇനി എതിർപ്പൊന്നും കാണില്ലല്ലോ. നന്ദുവിനെ ഞങ്ങളും അന്വേഷിക്കുക. നന്ദുവിനെതിരെ എവിടേക്കോ ചില ഗൂഢാലോചനകൾ നടക്കുന്നു. എന്റെ മാനസികാവസ്ഥ ഞാൻ പറയാം. ഋഷിയെ അപായപ്പെടുത്തിയതിന് നന്ദു ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. നന്ദുവിനെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതേ മാഡത്തിന്റെ മാത്രം ആവശ്യമല്ല. നീതിബോധമുള്ള എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. നന്ദനെ മാറ്റി നിർത്തി എനിക്കെതിരെ നീങ്ങാൻ ഉദ്ദേശമുണ്ടോ? മാഡം എന്താ അർത്ഥമാക്കുന്നത്? ഋഷിയെ കൊന്നത് നന്ദു ആണെന്ന് മാഡം വിശ്വസിക്കുന്നില്ലേ? അതെ. അപ്പൊ പിന്നെ നന്ദു ശിക്ഷിക്കപ്പെടട്ടെ. അതെങ്ങനെ മാഡത്തിനെതിരെയുള്ള നീക്കമാവും? എന്താ മാഡം, പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. സത്യം പറഞ്ഞ ഋഷിയുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. പാവം, അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനും കൂടി ചേർന്നിട്ടല്ലേ. എന്നിട്ട് അവസാനം വേണ്ട, ഒന്നും പറയണ്ട.